ഗൾഫ് ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി നമസ്തേ റീവൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ചികിത്സാ വൈഭവം ലോകം ഏറ്റെടുക്കുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായ് സാക്ഷ്യം വഹിച്ചത്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആയുഷ് ചികിത്സാ രീതികളാണ് നാളെയുടെ ഭാവി എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മഹാമേള. വൈദ്യശാസ്ത്ര രംഗത്തെ വിസ്മയിപ്പിക്കുന്ന രോഗശാന്തിയുടെ അമരത്താണ് ഭാരതത്തിൻ്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രം. തലവേദന തുടങ്ങി ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും കഴിയുന്ന ചികിത്സാ രീതിയാണ് പരമ്പരാഗത വൈദ്യമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് ദുബായിൽ തിരശ്ശീല വീഴുമ്പോൾ ഭാരതത്തിൻ്റെ പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിൻ്റെ പാരമ്പര്യ ചികിത്സാ രീതികളുടെ ആഗോള പ്രചാരണം ലക്ഷ്യമാക്കി 3 ദിവസങ്ങളിലായി നടന്ന മഹാമേള വൻ വിജയമായി മാറി. ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയെ കൂടുതൽ ജനകീയമാക്കാൻ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. Friends, I am happy to note that the second International Ayush Conference and Exhibition will feature over 50 invited talks, more than 300 research papers, and 1,300 delegates visiting from across the world to enlighten the participants on a range of topics of interest. I also note with appreciation that an international... ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, കേന്ദ്ര ആയുഷ് മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വിശ്വജിത് കുമാർ സിംഗ്, ദുബായ് ഹെൽത്ത് അതോറിറ്റി ഹെൽത്ത് റെഗുലേഷൻ സിഇഒ ഡോക്ടർ മർവാൻ അൽമുല്ല, സയൻസിൻ്റെ ഫോറം ഭാരവാഹികളായ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ഡോക്ടർ ശ്യാം വി എൽ, ക്ലെയിൻഡിയനിസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജോസഫ് ക്ലെയിൻഡിയനിസ്റ്റ്, വിജ്ഞാൻ ഭാരതി പ്രസിഡന്റ് ഡോക്ടർ ശേഖർ സി മണ്ഡെ, വിജ്ഞാൻ ഭാരതി ഉപദേശകൻ ഡോക്ടർ സുനിൽ അംബേദ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആയുർവേദ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഗൾഫ് മേഖലയിലും അതോടൊപ്പം ഈ പരിസരമുള്ള വിവിധ രാജ്യങ്ങളിലും ഒക്കെ ആയുർവേദ മേഖലയ്ക്ക് വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആയുർവേദം, യോഗയും പ്രകൃതി ചികിത്സയും, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ചികിത്സാ ശാഖകളുമായി ബന്ധപ്പെട്ടവരാണ് സമ്മേളനത്തിന്റെ ഭാഗമായത്. വിവിധ ആയുഷ് ചികിത്സാ ശാഖയുമായി ബന്ധപ്പെട്ട സ്റ്റാളുകളും വേൾഡ് ട്രേഡ് സെന്ററിലെ എക്സിബിഷൻ ഹാളിൽ ഒരുക്കിയിരുന്നു. ആയുഷ് ഫാർമ, FMCG ഉൽപ്പന്നങ്ങൾ, ആയുഷ് സേവനദാതാക്കൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ, ആയുഷ് ഉപകരണങ്ങൾ, വിവിധ സർക്കാർ ആയുഷ് സംവിധാനങ്ങൾ എന്നീ വിഭാഗങ്ങളുടെ സ്റ്റാളുകളും ക്രമീകരിച്ചിരുന്നു. ആയുഷിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഫാന്റാസ്റ്റിക് ആണ്. മെയിൻ തിങ് ദിസ് ഇസ് ആൻ ഇൻ്റർനാഷണൽ കോൺഫറൻസ്. സോ നമുക്ക് ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ നേതൃത്വം നൽകിയ 50-ലധികം ചർച്ചകളും 300-ലധികം ഗവേഷണ പ്രബന്ധങ്ങളുടെ അവതരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1300-ലേറെ പ്രതിനിധികൾ 3 ദിവസങ്ങളിൽ സമ്മേളനത്തിന്റെ ഭാഗമായി. ആയുഷിൻ്റെ ഒരു സെക്കൻഡ് ഹബ്ബാണെന്ന് തന്നെയാണ് ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ ഇന്ത്യ കഴിഞ്ഞാൽ ആയുഷ് സിസ്റ്റത്തിൻ്റെ ഒരു ഹബ്ബാണ്, സെക്കൻഡ് ഹബ്ബാണ്. നമുക്ക് ഇവിടുത്തെ ഭരണാധികാരികളായാലും ഇവിടുത്തെ മീഡിയാസ് ആയാലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ എൻവിറോൺമെൻറ്റും നമ്മുടെ ആയുഷ് ഹെൽത്ത് സിസ്റ്റത്തിനെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഹല്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെക്കേഡ്സ് ഓഫ് ഹിസ്റ്ററി, ലെഗസി തന്നെയുണ്ട് നമുക്ക് അഹല്യയിൽ. നമ്മുടെ ഓണറബിൾ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VS ഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഡ്രീമാണ് ആയുർവേദം എന്ന് പറയുന്നത്. പ്രദർശനം 3 ദിവസങ്ങളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി കാണാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. 20,000-ലേറെ സന്ദർശകരാണ് 3 ദിവസങ്ങളിലായി
മേളയിൽ വന്നുപോയത്. പാരമ്പര്യ ചികിത്സാ രീതികളെക്കുറിച്ച് പഠിക്കാനും അറിയുവാനും ഒഴുകിയെത്തിയത് ഏറെയും വിദേശ നാടുകളിൽ നിന്നുള്ളവരാണ്. ആയുർവേദം, നാച്ചുറോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകമാണല്ലോ ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സോ അതിൻ്റെ ഒരു പാർട്ടായിട്ട് എല്ലാവരുടെയും നല്ല റെസ്പോൺസാണ്. മറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകളും കൂടുതലായിട്ട് ഇത് അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും മെഡിക്കൽ ടൂറിസത്തിലും ഭാരതം അത്ഭുതങ്ങൾ തുടരുമെന്ന് തെളിയിച്ചാണ് 2ാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന് തിരശ്ശീല വീഴുന്നത്.